നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു 9-ാം മാസം ജീവിതത്തിൽ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ പ്രതീക്ഷകളുമുള്ള ഒരു മാസമാണ്. ഒത്തിരി പേർക്ക് പുതിയ സന്തോഷങ്ങളും പുതിയ സമാധാനങ്ങളും പുതിയ ജീവിതാനുഭവങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന സമയം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 5 രാശിക്കാരുണ്ട്. 5 രാശിക്കാരെന്ന് പറയുമ്പോൾ ഒരു രാശിയിൽ 3 നക്ഷത്രക്കാർ വീതം. അങ്ങനെ അടങ്ങുന്ന 5 രാശിക്കാർക്ക് ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധി ലഭ്യമാകുവാനായിട്ട് പോവുകയാണ്. പ്രധാനമായിട്ടും വരുന്ന ഓണം ബമ്പർ ഈ 5 രാശിക്കാരിൽ ലഭിക്കുവാനുള്ള സാധ്യത ഏറെയാണ്. തീർച്ചയായിട്ടും വൻ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം ഇവരിലുണ്ട്. ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരുന്നുണ്ട്. പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനായിട്ട് ഇവർക്ക് സാധിക്കും. അതിലാദ്യം തന്നെ 1-ാമത്തെ രാശി എന്ന് പറയുന്നത് മേടം രാശിയിലെ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്ര ജാതകർക്കാണ്. തീർച്ചയായിട്ടും സമ്മിശ്ര ഫലമായിരിക്കാം ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഒരല്പം കൂടെ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് വരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് വിജയിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വരുന്ന ആഴ്ചകൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. ഒരു ലോട്ടറിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് അടിക്കുവാനുള്ള ഭാഗ്യം ഏറെയാണ്. അതുപോലെ ഈ 3 നക്ഷത്ര ജാതകർ ഭാഗ്യം കാത്തിരിക്കുന്ന നക്ഷത്ര ജാതകരായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അതായത് മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്ര ജാതകർക്ക് വളരെയധികം ഫലങ്ങളാണ് ഈശ്വര സഹായത്താൽ ലഭ്യമാകുവാനായിട്ട് പോകുന്നത്. 2-ാമത്തെ രാശിക്കാർ കർക്കിടക കൂറുകാരാണ്. കർക്കിടക കൂറിൽ വരുന്ന പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ ഒട്ടനവധി ഭാഗ്യങ്ങൾ ലഭ്യമാകുവാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായി പല അബദ്ധങ്ങൾ വന്നു ചാടിയിട്ടുണ്ട്. പല കഷ്ടതകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ തീർച്ചയായിട്ടും ഇവർക്കിനി ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹം കടന്നു വരുവാനായിട്ട് പോവുകയാണ്. കുശാഗ്ര ബുദ്ധി ഒന്നും ഇവർക്കില്ല. അതിനാൽ തന്നെ വളരെയധികം ഈശ്വരാനുഗ്രഹം ഇവരുടെ ജീവിതത്തിൽ കടന്നു വരും. 3-ാമത്തെ രാശിക്കാരെന്ന് പറയുന്നത് തുലാം രാശിക്കാരാണ്. തുലാം രാശിയിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്ര ജാതകർക്ക് വളരെയേറെ ഭാഗ്യമാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്, അതുപോലെ തന്നെ ഉപജീവന മാർഗങ്ങൾ, അതുപോലെ ലാഭം പ്രതീക്ഷിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വരുന്ന ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിജയത്തിലെത്തുവാനുള്ള സാധ്യതയുണ്ട്. ഒത്തിരി ബുദ്ധിമുട്ടുകളും ഒത്തിരി വേദനകളും ഒക്കെ നിങ്ങൾക്ക് സമ്മാനിച്ച ഒരു ജീവിതമാണ് നിങ്ങളുടേത്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനങ്ങളും ജീവിത ലക്ഷ്യങ്ങളും ഒക്കെ കടന്നു വരുവാനായിട്ട് പോവുകയാണ്. 4-ാമത്തെ രാശിക്കാരെന്ന് പറയുന്നത് കുംഭം കൂറുകാരാണ്. കുംഭം രാശിയിൽ വരുന്ന അവിട്ടവും ചതയവും പൂരുട്ടാതിയും ഒക്കെയാണ് ഈ നക്ഷത്ര ജാതകർ. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വഴക്കുകളും പ്രശ്നങ്ങളും വേദനകളും ഒക്കെ ആയിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ. എന്നാൽ അതൊക്കെ മാറുവാനായിട്ട് പോവുകയാണ്. ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ കടന്നു വരുവാനായിട്ട് പോവുകയാണ്. 5-ാമത്തെ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് വിശാഖവും അനിഴവും തൃക്കേട്ടയുമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ മനക്ലേശങ്ങൾ മാറി ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരിക തന്നെ ചെയ്യും. പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനായിട്ട് സാധിക്കും. ഈ വരുന്ന 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ പറഞ്ഞ 5 രാശിക്കാരുടെ ജീവിതത്തിലും അതുപോലെ തന്നെ വളരെയധികം സമൃദ്ധിയും സന്തോഷവുമാണ് കടന്നു വരുന്നത്. ഈ 5 രാശിക്കാരെയും അതുപോലെ മറ്റുള്ള നക്ഷത്ര രാശികളെയും ഒക്കെ ഈശ്വരൻ അതിസമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.